ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ നാൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഗായ്സ്, എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ മിക്കതും ഞാൻ വോയിസ് ഓവർ കൊടുത്താണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ല. ഈ വീഡിയോ ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് പുറത്തു പോകുന്നതാണ്. പുറത്ത് എവിടെയാ പോണെന്ന് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, എന്റെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും മാത്രമാണ് കേട്ടോ ഉള്ളത്. അച്ഛനും ചേട്ടനും വന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി. ഞങ്ങളെ വിളിക്കാൻ കണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ മാമന്റെ വീട്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു 3-4 മണിക്ക് ഞങ്ങൾ പോകുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മാമന്റെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങിയിട്ട് പോലും ഇല്ല. പിന്നെ ഗൈസ്, ഇതാണ് കേട്ടോ കാത്തു. പിന്നെ ഇത് ഒളിച്ചിരിക്കണ്ടില്ലേ, ഇതാണ് രജിത മാമി. അങ്ങനെ അവസാനം അമ്മു ഇറങ്ങി. 3-4 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 4-5 മണിയൊക്കെ ആയി. ഇനി നമുക്ക് കാറിൽ കയറിയിട്ട് കാണാം. അങ്ങനെ കാറിൽ കയറിയിട്ട് കാണാന്ന് പറഞ്ഞാൽ താഴെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നു പോവാനായിട്ട്. ഇനി എങ്ങനെയാ ഗൈസ്, നമുക്ക് പോവാല്ലേ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മള് 2 കാറിലായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ പിള്ളേരെല്ലാരും കൂടെ ചേർന്ന് കൊച്ചിന്റെ വണ്ടി കയറി. മാമന്താ ഫ്രണ്ടിൽ നിന്നേ പോവുകയാണ്. അപ്പൊ ഗൈസ്, നമ്മളെല്ലാവരും ആയിട്ട് പോകുന്നത് കോവളത്താണ് കേട്ടോ അമ്മേരെയൊക്കെ വീട് വരുന്നത്. ഞങ്ങൾ ഇന്ന് അങ്ങോട്ടൊന്നും പോണില്ല, കോവളം ബീച്ചിൽ തന്നെ വന്നതാണ്. അങ്ങനെ കോവളം ബീച്ചിൽ പോണതിന് മുമ്പായിട്ട് ഞങ്ങള് ഹൈവേ കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറുന്ന വഴി അവിടെ വണ്ടി നിർത്തിയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മുമ്പ് താമസിച്ചിരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് പാറയായിരുന്നു. ഇപ്പൊ പാറ പൊട്ടിച്ച് വെള്ളമായിട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കോവളം ബീച്ചിന്റെ അവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് അമ്മുകുട്ടി ലിപ്സ്റ്റിക് ഇടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ലെന്ന് വേണം പറയാൻ. എന്തുവാ ഭയങ്കര തിരക്കായിരുന്നു. കുറെ നാൾക്ക് ശേഷം ബീച്ചിൽ വന്നതിന്റെ സന്തോഷം എന്റെ മുഖത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബീച്ചിലെത്തി. ബീച്ചിൽ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു കേട്ടോ. 5 മണിക്കൊക്കെ കോവളത്തെത്തും എന്ന് വിചാരിച്ച ഞങ്ങള് ഇപ്പൊ 6 മണി കഴിഞ്ഞ് ഞങ്ങൾ കോവളത്തെത്താൻ. എന്നാ പിന്നെ ഇനി കുറച്ച് വീഡിയോസ് ആവാല്ലേ. കുറച്ച് കഴിയുമ്പോൾ നല്ല ഇരുട്ടായി. ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നെ കൂടി കാണാൻ പറ്റണില്ല. കണ്ടോ ഗൈസ്, അവിടെ ഇരിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അവിടെ സൈഡിലെ കടയിൽ നിന്ന് 2 ചെയറൊക്കെ വാങ്ങിച്ചിട്ട് അവരവിടെ ഇരുത്തിക്കുകയാണ്. അവര് കടലിലോട്ട് വരില്ലെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഫോൺ കൊണ്ടുപോയി അപ്പൂപ്പന്റെയിലും അമ്മൂമ്മയിലും കൊടുത്ത്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ ഏതെങ്കിലും വഴിക്ക് പോകും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മഴയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് നേരെ നമ്മളെല്ലാരും ഷൂ എല്ലാം കാറിൽ വെക്കാൻ വേണ്ടി പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുൾ നനയും. അങ്ങനെ ഷൂ എല്ലാം കാറിൽ വെച്ചിട്ട് നമ്മൾ നേരെ ഐസ്ക്രീമാണ് അടുത്ത് വാങ്ങിക്കാൻ പോയത്. മഴയത്ത് ഐസ്ക്രീം കഴിക്കണം, അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അതുപോലെ തന്നെ മഴയത്ത് ഐസ്ക്രീം കഴിച്ചാൽ അസുഖവും വരും. എന്തായാലും ഞങ്ങൾ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചു വീണ്ടും നേരെ കാറിലോട്ട് വന്നു. മഴയെല്ലാം തോർന്നിട്ട് ഇനി അടുത്ത പരിപാടി തുടങ്ങാന്ന് വെച്ചിട്ട് അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെല്ലാം തോർന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളടുത്ത് മാമ വിളിച്ചിട്ട് പറഞ്ഞ് ഏതോ ഒരു പേരുള്ള റെസ്റ്റോറന്റിലോട്ട് വരാൻ. മഴയെല്ലാം തോർന്നു കഴിഞ്ഞാൽ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് അവർ ആ റെസ്റ്റോറന്റിൽ എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓടിപ്പോവുകയാണ്. അങ്ങനെ ലാസ്റ്റ് എവിടെയാണ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കൺഫ്യൂഷനായി. പിന്നെ അമ്മൂന് വഴി അറിയാന്ന് പറഞ്ഞു നമ്മൾ ഒറ്റ സ്ട്രെച്ചാലെ ഒറ്റ ഓട്ടം. മഴയും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഷൂ ആയിരുന്നു ഇട്ടോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. സോ ഈ മഴയത്ത് ഷൂ എന്തായാലും ഇട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ ചെളിയായി, അത് കുളമാവും. അതുകൊണ്ട് നമ്മൾ അതെല്ലാം കാറിൽ വെച്ചിട്ട് നമ്മൾ അല്ലാതെയാണ് നടന്നു വന്നത്. ഫൈനലി നമ്മൾ ഓടി ഒരിടത്ത് ഒതുങ്ങി നിന്ന്. മഴ തുറന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി റെസ്റ്റോറന്റും തപ്പി പോവുകയാണ്. ലാസ്റ്റ് പോണവൻ നമ്മൾ റെസ്റ്റോറന്റും കണ്ടില്ല. അവിടെ ഒരിടവും നമ്മളെ കൂടെയുള്ള ആരെയും കണ്ടുമില്ല. ലാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും മഴയൊക്കെ ആയതുകൊണ്ട് എവിടെയോ ഒതുങ്ങി നിന്ന് എല്ലാവരും പറഞ്ഞതേ ഉള്ളൂ. ഓടിയത് കഷ്ടം. അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാവരും റെസ്റ്റോറന്റിൽ എത്തി. കോവളത്ത് വന്നാൽ അവിടെ എന്തായാലും ഫിഷ് ആണല്ലോ മെയിന്. അങ്ങനെ മാമനും കൊച്ചനും അപ്പൂപ്പനും എല്ലാരും കൂടെ ചേർന്ന് ഫിഷിനെല്ലാം ഓർഡർ കൊടുത്ത് ഞങ്ങൾ ഫുഡ് എല്ലാം കഴിക്കാൻ ഓർഡർ കൊടുത്ത് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ലാസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് ഒന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ കിളി പറഞ്ഞ് ഇരിക്കുകയാണ്. 1 മണിക്കൂറായി. പുറത്താണെങ്കിൽ മഴ ഇരിക്കുന്നു. അവളാണെങ്കിൽ പോയത്. അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പ്ലേറ്റ് കൊണ്ടുവച്ചായിരുന്നു കേട്ടോ. അപ്പൊ മനസ്സിലായി ഇപ്പൊ എന്തായാലും ഫുഡ് എത്തുമെന്ന്. അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്ന് ലാസ്റ്റ് ഫുഡ് എത്തി.
ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗൈസ് ഞങ്ങൾ ലാസ്റ്റ് മാമന്റെ വീട്ടിൽ എത്തി. ഇനി എന്തായാലും യാത്രയൊന്നുമില്ല, ഞങ്ങൾ നേരെ വീട്ടിലോട്ടും പോവുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് പോയ എല്ലാവരും റെഡി ആയിട്ട് നിന്നപ്പോഴത്തേക്കും മാമ നേരെ വീട്ടിലോട്ട് പോയിട്ട് തണ്ണിമത്തം മുറിക്കുകയാണ്. ഇതും കൂടെ കഴിച്ചാൽ ദഹിക്കുള്ളൂ എന്നും പറഞ്ഞ് തണ്ണിമത്തനെല്ലാം മുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. എന്നാ പിന്നെ അതും കഴിച്ച് ഇറങ്ങാലോ എന്ന് വെച്ച് ഞാൻ അതും എടുത്ത് വീഡിയോ. അങ്ങനെ അതെല്ലാം എല്ലാവരും കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങളെല്ലാവരും വീട്ടിന്റെ അവിടെ ആക്കിയിട്ട് അവരും പോയി. ഒരു 3 മണിക്കല്ലേ നമ്മൾ 3:45 പോയതാണ്. 10:45. അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഇനി ഉറങ്ങാൻ പോയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.